ഹലോ ഫ്രണ്ട്സ്, കേരള PSCയുടെ 10th ലെവൽ പ്രിലിംസ് എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള റിവിഷൻ ടെസ്റ്റ് ആണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. 50 ബേസ് ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു റിവിഷൻ ടെസ്റ്റ് ആണ്. ഇതിന്റെ പാർട്ട് 1 ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ കുറച്ച് സജഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ക്വസ്റ്റ്യൻസ് പ്ലസ് ആൻസേഴ്സ് മാത്രം ഒന്ന് പറഞ്ഞ ഓപ്ഷൻസ് പറയാണ്ട് ക്വസ്റ്റ്യൻസും അതിനോടൊപ്പം ആൻസറും പറഞ്ഞു പോകുന്ന ഒരു രീതി അടുത്ത പാർട്ട് 2 മുതൽ ചെയ്യണമെന്ന് സജഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതനുസരിച്ച് ക്വസ്റ്റ്യനും അതിന്റെ ആൻസേഴ്സും മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ചില ആൻസേഴ്സിന് ആ എക്സ്പ്ലനേഷനും ഉണ്ടാവും. അപ്പൊ ഞാൻ സമയം കളയുന്നില്ല, നമുക്ക് ടെസ്റ്റിലേക്ക് പോവാം. നിങ്ങൾ ഫസ്റ്റ് ഒരു പെന്നും ഒരു ബുക്കും എടുത്ത് വെക്കുക. ഞാൻ ഈ ക്വസ്റ്റ്യൻ പറയുമ്പോൾ തന്നെ അതിന്റെ ആൻസർ നിങ്ങളൊന്ന് എഴുതി നോക്കുക. നിങ്ങൾക്ക് ആൻസർ എഴുതാൻ വേണ്ടി കുറച്ച് സമയം ഞാൻ തരും. അത് കഴിഞ്ഞിട്ട് ചില ആൻസേഴ്സിന് റിലേറ്റഡ് ഫാക്ട്സ് കൂടി പറയും. അതിൽ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിത് റിലേറ്റഡ് ഫാക്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം 1931 മാർച്ച് 23. 1931 മാർച്ച് 23 ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത്. അപ്പൊ എന്താണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റാനുള്ള കേസ് ഏതായിരുന്നു? ലാഹോർ ഗൂഢാലോചന കേസിലാണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത്. അപ്പം ഭഗത് സിംഗിനെ തൂക്കിലേറ്റി അതിനൊപ്പം തന്നെ തൂക്കിലേറ്റപ്പെട്ട 2 പേര് ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ സുഖ്ദേവും രാജ്ഗുരുവും. ഭഗത് സിംഗിനൊപ്പം തൂക്കിലേറ്റപ്പെട്ടവര് സുഖ്ദേവും രാജ്ഗുരുവുമായിരുന്നു. ഓക്കെ, ഇനി ഭഗത് സിംഗിനെ കുറിച്ച് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളും കൂടി ഞാൻ പറയാം. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഭഗത് സിംഗ് ആണ്. അതുപോലെ തന്നെ വൈ ഐ ആം ആൻ എയ്ത്തിസ്റ്റ് എന്ന കൃതി ഭഗത് സിംഗ് രചിച്ചതാണ്. ഓക്കെ, ഇനി ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ സ്ഥലം എവിടെയാണ്? ലാഹോറിലാണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത്. ഓപ്പറേഷൻ ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത് ഭഗത് സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവമാണ്, ഒരു ഓപ്പറേഷനാണ്. അപ്പൊ ഇത് അറിയാൻ പാടില്ലാത്തവർ നോട്ട് ചെയ്ത് വെക്കുക. ഓപ്പറേഷൻ ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത് ഭഗത് സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഓപ്പറേഷനാണ്. ഇനി ഭഗത് സിംഗിന്റെ സമാധി സ്ഥലം അറിയപ്പെടുന്നത് ഹുസൈനി വാല. പഞ്ചാബിലെ ഹുസൈനി വാലയിലാണ് ഭഗത് സിംഗിന്റെ സമാധി സ്ഥലം. അപ്പം ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷത്തോടൊപ്പം ഇത്രയും കാര്യങ്ങളും കൂടി പഠിക്കുക. 1931 1931 രണ്ടാം വട്ടമേശ സമ്മേളനം നടക്കുന്ന സമയം. അപ്പം ആ സമയത്താണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റുന്നത്. മാർച്ച് 23. ഇനി രണ്ടാമത്തെ ചോദ്യം പറയാം. കോൺഗ്രസ് പ്രസിഡന്റായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണെന്നാണ് ചോദ്യം. സരോജിനി നായിഡു. അപ്പം INC പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ആണ്. വർഷം ചോദിച്ചാൽ എത്രയാണ്? 1925. 1925 സരോജിനി നായിഡു INC പ്രസിഡന്റ് ആകുന്നത്. എന്നാൽ മറ്റൊരു ചോദ്യം നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ളത് INC പ്രസിഡന്റ് ആയ ആദ്യ വനിത ചോദിച്ചാൽ സരോജിനി നായിഡുവില്ല, ആനി ബെസന്റ് ആണ്. 1917 ആനി ബെസന്റ് INC പ്രസിഡന്റ് ആകുന്നത്. അപ്പം ഇന്ത്യൻ വനിത ചോദിച്ചാൽ സരോജിനി നായിഡു, ആദ്യ വനിത ചോദിച്ചാൽ ആരാണ്? ആനി ബെസന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി. ക്ലെമന്റ് ആറ്റ്ലി ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നത്. അപ്പം ഈ 1947 ടൈമിലെ ബ്രിട്ടീഷ് രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ജോർജ് 6 ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി. ബ്രിട്ടീഷ് കിങ് ആരാണെന്ന് ചോദിച്ചാൽ ജോർജ് 6. അടുത്തത് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പ്രശസ്തമായ ബുക്കിന്റെ രചയിതാവാര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ബുക്ക് എഴുതിയത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്തത് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ. അപ്പം ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പൊ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് എത്ര നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്? 562 നാട്ടുരാജ്യങ്ങൾ. ഓക്കെ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അതിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങൾ 562 നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അടുത്ത ചോദ്യം. കാശ്മീർ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇന്ത്യയിൽ ധാരാളം 562ഓളം നാട്ടുരാജ്യങ്ങൾ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ നാട്ടുരാജ്യങ്ങളായിട്ട് പിന്നീട് ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ കാശ്മീർ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചത് എന്നാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. കാശ്മീർ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ച വർഷം 1947 ഒക്ടോബർ 26. 1947 ഒക്ടോബർ 26
ജമ്മു കാശ്മീർ ഇന്ത്യൻ യൂണിയൻ ലയിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനോട് റിലേറ്റ് ചെയ്ത് PSC ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ പറയാം. അത് അറിയാൻ പാടില്ലാത്തൊരു നോട്ട് ചെയ്യാം. അപ്പോൾ ജുനാഗഡ് ഇന്ത്യൻ യൂണിയൻ ലയിച്ച വർഷം ചോദിച്ചാൽ 1947 നവംബർ മാസത്തിലാണ്. 1947 തന്നെയാണ് ജുനാഗഡും ഇന്ത്യൻ യൂണിയൻ ലയിച്ചത്, നവംബർ മാസത്തിലാണ്. ഇനി ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയൻ ലയിച്ച വർഷം ചോദിച്ചാൽ 1948 സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ അടുത്ത വർഷം. ഹൈദരാബാദ് 1948 സെപ്റ്റംബറിലാണ് ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയൻ ലയിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയൻ ലയിച്ച വർഷം അതും 1947 തന്നെയാണ്. 1947 ജൂലൈ 28-നാണ് തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നത്. അപ്പൊ നമുക്ക് 1961 ആയപ്പോഴാണ് ഈ ഒരു സംയോജനം പൂർത്തിയാകുന്നത്. ഈ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം പൂർത്തിയാകുന്ന വർഷം എന്ന് പറയുന്നത് 1961-ലാണ്. അപ്പൊ ഈ വർഷമാണ് ഗോവയും ദാമൻ ദിയു എല്ലാം ലാസ്റ്റ് ചേർന്നത്. ഗോവയും ദാമൻ ദിയു ആയിരുന്നു. ഇത് 1961-ലാണ് നടക്കുന്നത്. ഓക്കെ, അടുത്തത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടാക്കുകയും ചെയ്തു. അപ്പൊ ഈ ഒരു പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരാണെന്നുള്ളതാണ് ചോദ്യം. ഫസൽ അലിയാണ്, ഡോക്ടർ ഫസൽ അലിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ. 1953-ലാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഫോം ചെയ്തത്. ഫസൽ അലിക്കൊപ്പം ഈ കമ്മീഷനിൽ ഉണ്ടായിരുന്ന മറ്റു 2 അംഗങ്ങളാണ് സർദാർ KM പണിക്കർ, HN കുൻസ്രു. ഓക്കെ, 1956-ലാണ് പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചേരിചേരാ നയം നാം എന്ന ആശയം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഈ ഒരു ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ചേരിചേരാ നയം എന്ന ആശയം ആദ്യമായി ഉപയോഗിച്ചത് PK കൃഷ്ണമേനോനാണ്. മലയാളിയായ PK കൃഷ്ണമേനോനാണ് എന്തിന്റെ ചേരിചേരാ നയം എന്ന ആശയം ആദ്യമായി ഉപയോഗിച്ചത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത അനുയായികളുടെ എണ്ണം എത്ര? 78. അപ്പം ഗാന്ധിജിയോടൊപ്പം 78 പേരാണ് പങ്കെടുത്തത്. ഗാന്ധിജി ഉൾപ്പെടെയാണെങ്കിൽ 79 പേരാണ് ദണ്ഡി മാർച്ചിൽ പങ്കെടുത്തത്. അടുത്ത 10ാമത്തെ ചോദ്യം നോക്കാം. പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെച്ച തീയതി. പഞ്ചശീല കരാറിൽ നെഹ്റുവും ചൗവൻലായും കൂടെ ഒപ്പുവെച്ച ഡേറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. 1954 ഏപ്രിൽ 28-നായിരുന്നു. ഓക്കെ, പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെച്ച വർഷം 1954 ഏപ്രിൽ 28-നായിരുന്നു. ഓക്കെ, ഇനി മറ്റ് പ്രധാനപ്പെട്ട കരാറുകൾ ഇതിനോടൊപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സിംല കരാർ ഒപ്പുവെക്കുന്നത് 1972-ലാണ്. സിംല കരാർ ഒപ്പുവെക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടാണ്. അതുപോലെ തന്നെ താഷ്കന്റ് കരാർ 1966. 1966-ന് താഷ്കന്റ് കരാറും ഒപ്പുവെക്കുന്നത് അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുന്നതെന്ന് പറഞ്ഞാൽ 1965-ലും 71-ലും ഓരോ വാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നടക്കുന്നുണ്ട്. അപ്പൊ താഷ്കന്റ് കരാർ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഉടമ്പടിയാണ് 1966. സിംല കരാർ 1971-ലെ ഇന്ത്യ പാക് വാറിനെ തുടർന്നുണ്ടായ എഗ്രിമെന്റ് ആണ്. 1972-ലാണ് സിംല കരാർ സംഭവിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു 10 ചോദ്യമാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. 11ാമത്തെ ചോദ്യം 2019-ലെ വള്ളത്തോൾ അവാർഡ് ജേതാവ് ആരാണ്? പോൾ സക്കറിയാണ് 2019-ലെ വള്ളത്തോൾ അവാർഡ് ജേതാവ്. അടുത്ത ചോദ്യം ISRO-യുടെ പുതിയ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രം സ്ഥാപിതമാകുന്ന സ്ഥലം എവിടെയാണ്? തൂത്തുക്കുടി. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലാണ് പുതിയ ISRO-യുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിതമാകുന്നത്. ചെറിയ റോക്കറ്റുകളുടെ വിക്ഷേപണങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി. അടുത്ത ചോദ്യം നമ്മുടെ ഇന്ത്യയുടെ മാനവ വിഭവശേഷി മന്ത്രി ആരാണ്? മാനവ വിഭവശേഷി മന്ത്രി, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മിനിസ്റ്റർ ആരാണെന്നുള്ളതാണ് ചോദ്യം. രമേശ് പൊക്രിയാലാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മിനിസ്റ്റർ, മാനവ വിഭവശേഷി മന്ത്രി.
അടുത്തത് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. നീതി ആയോഗിന്റെ സിഇഒ ആരാണ്? അമിതാഭ് കാന്താണ് നീതി ആയോഗിന്റെ സിഇഒ. അടുത്ത ചോദ്യം, പൗരത്വ ഭേദഗതി നിയമം ബില്ല് ലോക്സഭ പാസാക്കിയത് എന്നാണ്? പൗരത്വ ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയത് 2019 ഡിസംബർ 10-നാണ് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ബില്ല് ലോക്സഭ പാസാക്കുന്നത്. അപ്പം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് മറ്റൊരു ചോദ്യം, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ബില്ല് രാജ്യസഭ പാസാക്കിയ തീയതി ചോദിച്ചാൽ 2019 ഡിസംബർ 11, അതായത് തൊട്ടടുത്ത ദിവസം. അപ്പൊ ആദ്യം ലോക്സഭ ഡിസംബർ 10-ന് പാസാക്കുന്നു, 2019 ഡിസംബർ 11-ന് രാജ്യസഭ പാസാക്കുന്നു, തൊട്ടടുത്ത ദിവസം രാഷ്ട്രപതി ഒപ്പുവെക്കുന്നു. അതായത് 2019 ഡിസംബർ 12-ന് രാഷ്ട്രപതി ഈ ബില്ലിൽ ഒപ്പുവെക്കുന്നു. അങ്ങനെയെങ്കിൽ നിയമം നിലവിൽ വന്ന ഡേറ്റ് ചോദിച്ചാൽ 2020 ജനുവരി 10-നാണ് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് നിലവിൽ വന്നത്. 2020 ജനുവരി 10-നാണ്. 2020 ജനുവരി 10. ഓക്കെ, നമുക്ക് അടുത്ത 6ാമത്തെ ചോദ്യം നോക്കാം. 16ാമത്തെ ചോദ്യം നോക്കാം. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ നിരക്ക്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ നിരക്ക് എത്രയാണ്? 291 രൂപയാണ്. 291 രൂപയാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ നിരക്ക്. ICC വനിതാ 2020 വേൾഡ് കപ്പ് വേദി. ICC വനിതാ 2020 വേൾഡ് കപ്പ് വേദി ഓസ്ട്രേലിയയാണ്. ICC വനിതാ 2020 വേൾഡ് കപ്പിന്റെ വേദി. വിജയിയും ഓസ്ട്രേലിയ തന്നെയാണ്. അടുത്തത്, കേരള രഞ്ജി ടീമിന്റെ പുതിയ പരിശീലകൻ ആരാണ്? കേരള രഞ്ജി ടീമിന്റെ പുതിയ ക്രിക്കറ്റ് പരിശീലകൻ ആരാണെന്ന് ചോദിച്ചാൽ ടിനു യോഹന്നാനാണ്. ടിനു യോഹന്നാൻ. ഇനി ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം PV സിന്ധു. PV സിന്ധു ആണ് ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. ഇനി അടുത്ത ചോദ്യം, 2023-ലെ പുരുഷ വേൾഡ് കപ്പ് ഹോക്കി വേദി ഏതാണ്? പുരുഷ വേൾഡ് കപ്പ് ഹോക്കിയുടെ വേദി 2023-ല് ഇമ്പോർട്ടന്റ് ആണ്, ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യയിൽ വെച്ചാണ് 2023-ല് പുരുഷ വേൾഡ് കപ്പ് ഹോക്കി നടക്കുന്നത്. അടുത്ത ചോദ്യം 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റെയിൽപാത ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? റെയിൽപാത ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം സിക്കിമാണ്. സിക്കിമിലാണ് റെയിൽപാത ഇല്ലാത്തത്. 22ാമത്തെ ചോദ്യം, പരുത്തി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. കോട്ടൺ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഗുജറാത്ത് ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്തത്, ഇന്ത്യൻ രാസ വ്യവസായത്തിന്റെ പിതാവാര്? ഇന്ത്യൻ രാസ വ്യവസായത്തിന്റെ പിതാവാര്? പ്രഫുല്ല ചന്ദ്ര റേ. PC റേ ആണ് ഇന്ത്യൻ രാസ വ്യവസായത്തിന്റെ പിതാവ്. 24ാമത്തെ ചോദ്യം, ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാല പശ്ചിമ ബംഗാൾ. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ബ്രിട്ടന്റെ സഹായത്തോടെയാണ്. ബ്രിട്ടന്റെ സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ദുർഗാപൂർ. അടുത്തത്, കേരളത്തിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച തീയതി? 1961 മാർച്ച് 12. 1961 മാർച്ച് 12-നാണ് കേരളത്തിൽ റെയിൽ ഗതാഗതം ആരംഭിക്കുന്നത്. അടുത്തത്, കൊൽക്കത്ത തുറമുഖത്തിന്റെ പുതിയ പേരെന്താണ്? കൊൽക്കത്ത തുറമുഖത്തിന്റെ പുതിയ പേര് ഹാൽഡിയ. ഹാൽഡിയ പോർട്ട് എന്നുള്ളതാണ് കൊൽക്കത്ത തുറമുഖത്തിന്റെ പുതിയ പേര്. അടുത്ത ചോദ്യം എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ദേവി അഹല്യാബായ് ഹോൾക്കർ ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ദേവി അഹല്യാബായ് ഹോൾക്കർ വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇൻഡോർ, മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ദേവി അഹല്യാബായ് ഹോൾക്കർ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇനി 28ാമത്തെ ചോദ്യം, ദേശീയ തപാൽ ദിനം എന്നാണ്? ദേശീയ തപാൽ ദിനം ഒക്ടോബർ 10. അങ്ങനെയെങ്കിൽ ലോക തപാൽ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ ഒക്ടോബർ 9. അപ്പം ഒക്ടോബർ 9-ന് ലോക തപാൽ ദിനവും ദേശീയ തപാൽ ദിനം ഒക്ടോബർ 10-നുമാണ്. അടുത്ത ചോദ്യം ഞാൻ ആൻസർ പറഞ്ഞു. 1972 ഓഗസ്റ്റ് 15. 1975 ഇന്ത്യയിൽ പിൻകോഡ് സംവിധാനം നിലവിൽ വന്ന ഡേറ്റ് ആണ് എഴുതിയിരിക്കുന്നത്. 1972 ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യയിൽ പിൻകോഡ് സംവിധാനം നിലവിൽ വരുന്നത്. 30ാമത്തെ ചോദ്യം, കേരളത്തിൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച വർഷം? കേരളത്തിൽ ആദ്യമായി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്
1943 മാർച്ച് 12-നാണ്. 1943 മാർച്ച് 12-നാണ് കേരളത്തിൽ ആദ്യമായി റേഡിയോ പ്രക്ഷേപണം ആരംഭിക്കുന്നത്. അടുത്തത് 31ാമത്തെ ചോദ്യമാണ്. മലയാളത്തിലെ ആദ്യ പത്രം ഏതാണ്? മലയാളത്തിലെ ആദ്യ പത്രം രാജ്യസമാചാരം. രാജ്യസമാചാരമാണ് മലയാളത്തിലെ ആദ്യ പത്രം. 32ാമത്തെ ചോദ്യം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? ജനസംഖ്യയിൽ, ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ജനസംഖ്യയിൽ കേരളത്തിന്റെ സ്ഥാനം 13ാം സ്ഥാനമാണ്. ഇന്ത്യൻ ജനസംഖ്യയിൽ 13ാം സ്ഥാനത്താണ് കേരളം ഉള്ളത്. അടുത്ത ചോദ്യം. കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം കൂടുതലുള്ള ജില്ല. എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആയിരിക്കും, പക്ഷെ ഞാനത് റിവിഷൻ ആയതുകൊണ്ട് ഇട്ടതാണ്. കണ്ണൂര്. അപ്പം സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂരാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ്? നമുക്കറിയാം കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ കേരള ഭൂപ്രകൃതിയെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണെന്നുള്ളതാണ് ചോദ്യം. മലനാട്. 34ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ മലനാടാണ്. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രദേശം മലനാടാണ്. അടുത്ത ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? അതുപോലെ ഇതിന്റെ ആൻസർ തന്നെയാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണെന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ് ആൻസർ. പാലക്കാട് ചുരം. 36ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം. ഇത് ചിലർക്കെങ്കിലും തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം. കാരണം കിഴക്കും പടിഞ്ഞാറും കൂടെ മാറിപ്പോകാറുണ്ട് പലർക്കും. അപ്പൊ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3 ആണ്. ഓക്കെ. പടിഞ്ഞാറോട്ടാണ് 41 നദികൾ. അപ്പൊ കിഴക്കോട്ടൊഴുകുന്ന നദികൾ 3. 37ാമത്തെ ചോദ്യം. പള്ളിവാസൽ പദ്ധതി ആരംഭിച്ച വർഷം എന്നാണ്? കേരളത്തിലെ ആദ്യ ജലസേചന പദ്ധതിയാണ് പള്ളിവാസൽ പദ്ധതി. പള്ളിവാസൽ പദ്ധതി ആരംഭിച്ച വർഷം 1940 അപ്പൊ 1940-ലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിക്കുന്നത്. അടുത്തത് 38ാമത്തെ ചോദ്യം നോക്കാം. കായംകുളം NTPC രൂപീകൃതമായ വർഷം ഏതാണ്? 1999-ലാണ് കായംകുളം താപവൈദ്യുത നിലയം സ്ഥാപിതമാകുന്നത്. 1999-ലാണ് കായംകുളം താപവൈദ്യുത നിലയം സ്ഥാപിതമാകുന്നത്. അടുത്തത്. കേരളത്തിലെ ഫോറസ്റ്റ് ഡിവിഷനുകളുടെ എണ്ണം എത്ര? 36. കേരളത്തിൽ 36 ഫോറസ്റ്റ് ഡിവിഷനുകളാണുള്ളത്. അടുത്ത ചോദ്യം. റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം മലബാർ വന്യജീവി സങ്കേതത്തിലാണ് റീഡ് തവളകൾ കാണപ്പെടുന്നത്. അടുത്തായിട്ട് നമുക്ക് സയൻസിലെ ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു 10 ക്വസ്റ്റ്യൻസ് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം 639 പേശികളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. 42ാമത്തെ ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? എലമെന്റ്. ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള എലമെന്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓക്സിജൻ ആണ്. 65% ഓക്സിജൻ അടങ്ങിയിരിക്കുന്നു ഹ്യൂമൻ ബോഡിയിൽ. അടുത്തത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതാണ്? ഇന്റേണൽ ഓർഗൻ. ഏറ്റവും വലിയ ഇന്റേണൽ ഓർഗൻ ഏതാണ്? കരളാണ് ഏറ്റവും വലിയ ഇന്റേണൽ ഓർഗൻ. 44ാമത്തെ ചോദ്യം. ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. അതായത് ഹൃദയസ്പന്ദനം എന്ന് പറയുമ്പോൾ അനൈച്ഛിക പ്രവർത്തനമാണ്, നമ്മൾ അറിയാണ്ട് നടക്കുന്ന പ്രവൃത്തിയാണ്. അപ്പം അറിയാണ്ട് നടക്കുന്ന അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണെന്നുള്ളതാണ് ചോദ്യം. മെഡുല്ല ഒബ്ലാങ്കേറ്റ ആണ്. അപ്പം അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല്ല ഒബ്ലാങ്കേറ്റ. 45. പേശികളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ലോഹം ഏതാണ്? പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ലോഹം ഏതാണെന്നുള്ളതാണ് ചോദ്യം. കാൽഷ്യം ആണ് പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ലോഹം. അടുത്തത്. ശ്വാസകോശത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പ്ലൂറോളജി. ശ്വാസകോശത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പ്ലൂറോളജി. 47ാമത്തെ ചോദ്യം. സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? AB പോസിറ്റീവ്. അതേസമയം യൂണിവേഴ്സൽ ഡോണർ ആരാണ്? O പോസിറ്റീവ്.
AB പോസിറ്റീവ് ആണ് സാർവിക സ്വീകർത്താവെന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അതായത് എല്ലാ ബ്ലഡ് ഗ്രൂപ്പുകളും സ്വീകരിക്കാൻ പറ്റും AB പോസിറ്റീവ് ബ്ലഡ് ഉള്ള ആൾക്കാർക്ക്. അടുത്ത 48ാമത്തെ ചോദ്യം, കണ്ണിന്റെ ഏറ്റവും പുറമേയുള്ള പാളി ഏതാണ്? കണ്ണിന്റെ ഏറ്റവും പുറമേയുള്ള പാളി ഏതാണ്? സ്ക്ലീറ അല്ലെങ്കിൽ ദൃഢപടലം. കണ്ണിന്റെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ദൃഢപടലം. 49ാമത്തെ ചോദ്യം, ചുറ്റികയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന ചെവിയിലെ അസ്ഥി ഏതാണ്? ചുറ്റികയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന ചെവിയിലെ അസ്ഥി മാലിയസ് ആണ്. മാലിയസ് ആണ് ചുറ്റികയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന ചെവിയിലെ അസ്ഥി. ഇനി രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ക്ഷയമാണ്. രോഗങ്ങളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്ന രോഗം. ഓക്കെ, അപ്പോ 50 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. ഇനി ഇതിനിടയിൽ ഞാൻ പറഞ്ഞത് കേരളത്തിലെ ആദ്യ സേചന പദ്ധതിയാണ് പള്ളിവാസൽ എന്ന് പറഞ്ഞു എന്ന് തോന്നുന്നു. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. പള്ളിവാസൽ പദ്ധതി ഇടുക്കി ജില്ലയിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. മുതിരപ്പുഴയിലാണ്. ഇടുക്കി ജില്ലയിൽ മുതിരപ്പുഴയിലാണ് ഈ പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഈ മുതിരപ്പുഴ എന്ന് പറയുന്നത് പെരിയാറിന്റെ ഒരു പോഷക നദിയാണ്. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ കറക്റ്റ് ആക്കി പഠിക്കുക. അപ്പോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത ഒരു മോക്ക് ടെസ്റ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.